തമ്പ്രാൻ പ്രേമം, സവർണ ആഢ്യത്വം, സംവരണ വിരുദ്ധത, ഇസ്ലാമോഫോബിയ, അപരപുച്ഛം, ഈ സ്ത്രീ വിരുദ്ധത, ഇതിനെല്ലാം ഇത്രയധികം നോർമലൈസ് ചെയ്ത ജനകീയവൽക്കരിച്ച ഒരു സിനിമാക്കാരൻ വേറെ ഇല്ല. ഇയാൾ മുമ്പ് ഈ കോഴിക്കോട് നോർത്തിൽ മത്സരിപ്പിക്കാൻ പാർട്ടി ആലോചിക്കുന്നു. അന്ന് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്തിട്ടുണ്ട് 2 വർഷം മുമ്പ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രിഫറൻസ്, ഒരു ചോയ്സ് ആയിട്ട് രഞ്ജിത്ത് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ CPMൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. രഞ്ജിത്തിനെ കുറിച്ച് പറയുമ്പോൾ 2016 DYFIയുടെ സംസ്ഥാന സമ്മേളനം മലപ്പുറത്ത് തിരൂരിൽ നടന്ന സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ആരറിയാം? ഈ രഞ്ജിത്താണ്. ആ സമ്മേളനം നടന്ന നഗരിയുടെ പേരെന്താണെന്നറിയോ? രോഹിത് വെമുല നഗർ എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, രോഹിത് വെമുല നഗർ എന്ന് പേരിട്ട സമ്മേളനം, നഗരിക്ക് പേരിട്ട സമ്മേളനം ഉദ്ഘാടനം രഞ്ജിത്താണ്. ഏത് രഞ്ജിത്ത്? കേരളത്തിൽ പറയുന്ന തമ്പ്രാൻ സിനിമകളുടെ ഉടയ തമ്പുരാൻ എന്ന് നിശ്ചയമായിട്ടും വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമാക്കാരനാണ്. എന്താണ് ഈ തമ്പ്രാൻ പ്രേമം, സവർണ ആഢ്യത്വം, സംവരണ വിരുദ്ധത, ഇതിനെല്ലാം ഇസ്ലാമോഫോബിയ, എന്താണ് അപരപുച്ഛം, ഈ സ്ത്രീ വിരുദ്ധത, ഇതിനെല്ലാം ഇത്രയധികം നോർമലൈസ് ചെയ്ത ജനകീയവൽക്കരിച്ച ഒരു സിനിമാക്കാരൻ വേറെ ഇല്ല. ഇയാൾ മുമ്പ് ഈ കോഴിക്കോട് നോർത്തിൽ മത്സരിപ്പിക്കാൻ പാർട്ടി ആലോചിക്കുന്നു. അന്ന് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ച ചെയ്തിട്ടുണ്ട് 2 വർഷം മുമ്പ്. അന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രിഫറൻസ്, ഒരു ചോയ്സ് ആയിട്ട് രഞ്ജിത്ത് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ CPMൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ ചെയ്ത സിനിമകളുടെ ഉള്ളടക്കം, അതിലെ ഡയലോഗുകൾ, അത് പ്രസരിപ്പിച്ച ആശയം, അത് മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തെ ഏത് നിലക്ക് എന്താണ് സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവന നോക്കുമ്പോൾ ഇടതുപക്ഷം എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ നമ്മൾ കരുതുന്ന ആ ഒരു സംഗതിയുടെ വിപരീത ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ കേരളത്തിലെ ഇടതുപക്ഷം അങ്ങേരെ ഏറ്റെടുത്ത് നടത്തുന്ന നമ്മൾ കാണുന്നത്. അപ്പം അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്താണ്, എനിക്ക് തോന്നുന്നു റിബേഷിന് സംരക്ഷണം ഒരുക്കിയതുപോലെ രഞ്ജിത്തിന് സംരക്ഷണം കൊടുക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് സജി ചെറിയാൻ്റെ പ്രസ്താവനയൊക്കെ മനസ്സിലാവാത്തത്. എന്തിനാണ് രഞ്ജിത്തിനെ ഇത്രമാത്രം പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് എനിക്കറിയില്ല. അപ്പോൾ ഈ പറയുന്ന ആശയങ്ങളെല്ലാം CPM സ്വീകരിക്കുന്നു എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ. അല്ലാതെ ഇതിലെന്താണ് ഇതിനൊരു മറുപടി ഉള്ളത്? ഈ പറയുന്ന സംവരണ വിരുദ്ധത, സവർണ ആഢ്യത്വം, മുസ്ലിം വിരുദ്ധത, സ്ത്രീ വിരുദ്ധത, ഇതെല്ലാം ഇപ്പോഴത്തെ കാര്യം വിട്ടേക്കു രേഷ്മ. ഈ ഇടതുപക്ഷം സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെ ചലച്ചിത്ര അക്കാദമി ചെയർമാനായി? ചലച്ചിത്ര അക്കാദമി ചെയർമാനാക്കുന്ന സമയത്ത് നമ്മൾ ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആര് പുകസയുടെ നിർദ്ദേശമാണോ അല്ല പാർട്ടി കമ്മിറ്റിയുടെ നിർദ്ദേശമാണ്? എങ്ങനെയാണ് ഈ ചലച്ചിത്ര അക്കാദമി എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സ്ഥാപനമാണല്ലോ. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവരേറ്റവും പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് സാംസ്കാരിക വകുപ്പ്. കാരണം ജനങ്ങളെ സ്വാധീനിക്കുന്ന, ജനങ്ങളുടെ മനോഘടനയെ സ്വാധീനിക്കുന്ന ഒരുപാട് പദ്ധതികളും സംഗതികളും നടത്തേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ തലപ്പത്ത് രഞ്ജിത്തിനെ പോലെ ഒരാളെ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിൻ്റെ ഗവൺമെൻറ് എങ്ങനെ നിശ്ചയിക്കുന്നു എന്ന ചോദ്യം അവിടെ ഉണ്ട്. ഈ പുതിയ വാദങ്ങളൊക്കെ വിട്ടേക്കൂ. എങ്ങനെ ആ കസേരയിലെത്തി? പിന്നെ നേരത്തെ നിഷാദ് പറഞ്ഞല്ലോ കൂക്കിയ കാര്യം, അന്ന് പ്രതികരിച്ച ഓർമ്മയുണ്ടോ? വയനാട്ടിൽ എനിക്കൊരു വീടുണ്ട്, അവിടെ അത് നോക്കുന്ന ആളുടെ ഒരു നായയുണ്ട്, നാടൻ നായ. ഞാൻ ചെല്ലുമ്പോൾ കുരക്കും, എൻ്റെ ഉടമ ആരാന്നറിയാതെ. അപ്പോൾ എന്താ പറഞ്ഞതിൻ്റെ മലയാളം? ചലച്ചിത്ര അക്കാദമിയുടെ ഉടമ ആരാണ്? ചലച്ചിത്ര അക്കാദമിയുടെ ഉടമയാണ് ഞാൻ. നിങ്ങൾ ഈ പ്രതിഷേധിക്കുന്ന നിങ്ങളൊരു അവിടുത്തെ പണിക്കാരൻ്റെ നാടൻ നായയാണ് നിങ്ങളെന്നാണ് പറഞ്ഞത്. പുള്ളിക്ക് ഒരു പ്രശ്നമില്ലല്ലോ. ഇതിപ്പോൾ എന്താണ്, വളരെ മോശം ആരോപണം വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനേക്കാൾ വലിയ സംരക്ഷണ കവചം ഒരുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു തമാശ. ഇനിയിപ്പോൾ പ്രതിഷേധം വരും, സ്വാഭാവികമായിട്ടും പ്രതിഷേധം വരുമ്പോൾ എന്താണ്, പ്രതിഷേധിക്കുന്നവരെ ജീവൻ രക്ഷാ ദൗത്യവുമായിട്ട് പ്രതിഷേധിക്കുന്നതിനെ നേരിടാൻ റഹീമിൻ്റെ ടീം ഇറങ്ങും. രഞ്ജിത്തിന് റിബേഷിന് സംരക്ഷണ കവചം ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചല്ലോ. 25 ലക്ഷം ഇനാമൊക്കെ പ്രഖ്യാപിച്ചു. അതുപോലെ രഞ്ജിത്തിന് ഇനാം പ്രഖ്യാപിക്കും. ഇങ്ങനെയൊക്കെയാണ് ഈ പാർട്ടി സ്വയം വഷളായിക്കൊണ്ടിരിക്കുന്നത്. ആ വഷളത്തിനെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ.